കടിച്ചു വലിക്ക് നമ്മുടെ രീതി കാണിക്ക്. വെറുതെ വിടറ ഇതിനൊക്കെ. ഒരു സെക്കൻഡ് വെച്ചിട്ട് സാധനം മാറി. ഞങ്ങള് ഒരു ട്രാഫിക്കിൽ അപ്പോ മേട്ടിരിക്കണപ്പോ കോളേജ് പണി നടക്കുക അറിയില്ല. ഇതാണ് സംഭവം. അപ്പൊ റൗണ്ട് ചുറ്റാറുണ്ട്. അതുപോലെ ഇത് കാണാം. ഇത് കാണുമ്പോ നോക്കിയാ എന്താ രസല്ലേ. നോക്കിയാ ഇതിലൂടെ ഇങ്ങനെ പോണ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോ നടക്കുന്ന അവൻ. അതെ, കാണിച്ചരാം. അതൊരു വൈബാണ്. പതുക്കെ ഇങ്ങനെ പോണം. മോനെ ഞങ്ങള് ഒരു ട്രാഫിക്കിൽ അപ്പോ മേട്ടിരിക്കണപ്പോ എന്താ അപ്പൊ ഒന്നുമില്ല ഗൈസ്. അപ്പൊ ആടാ അപ്പനിപ്പോ യൂറിൻ പാസ് ചെയ്യണം. അതായത് ഇപ്പൊ ട്രാഫിക് ബ്ലോക്കിലെ പെട്ടെന്ന് വീട്ടിൽ ബാക്കി അവിടെ എന്നോട് പറയാ തന്തയായി പോയാലേ. അയ്യോ ഞാൻ പറഞ്ഞേ ഒരു 2 കുണ്ട് കണ്ട ചാടിക്കാന്ന് പറഞ്ഞ ഞാനേ. ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ് അപ്പൊ? മുല്ലപ്പെരിയാർന്ന് കേട്ടോ. ഇപ്പൊ രോഗം മാറി അപ്പൂന്റെ. പക്ഷെ കുടിച്ച വെള്ളമൊക്കെ ഇപ്പഴാ പോണേ. അതെ അതെ. അപ്പൊ അതിന് നല്ലൊരു സ്ഥലം കാണുമ്പോ അപ്പൂനെ ഡാം തുറന്നു വിടണം. പിന്നെ റിലീസ് ചെയ്യാൻ വിട്ട്. അത് നല്ല വേന ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പൊ മാറി കിട്ടി സുഖമായി കഴിഞ്ഞപ്പോ ആള് കുറച്ചൊന്ന് ഓണായി. അപ്പൊ ഞാൻ വിചാരിച്ചൊന്നും മാറില്ല എന്നാ. നന്നായിട്ട് വെള്ളം കുടിച്ച് ഇപ്പൊ ഒന്ന് സെറ്റായി കിട്ടിയത്. സ്ഥലം എത്തി. ഫൈനലി വി റീച്ച്ഡ്. പിള്ളേരുടെ യൂണിഫോം ഇതാന്ന് തോന്നുന്നുണ്ടല്ലേ? ഇതാണോ യൂണിഫോം? അല്ലല്ലേ, പച്ചാന്നല്ലേ പറഞ്ഞ വേറെ. ഇതാണ് സ്ഥലം. ആ പുള്ളിയിലാണ് വണ്ടികളൊക്കെ കിട്ടുന്നത്. ഇതാണ് കോളേജ്. പണി നടക്കുക അറിയില്ല. ഇതാണ് സംഭവം. കോളേജ്. അങ്ങനെ സ്ഥലം എത്തി. ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. വർക്ക് എന്നിട്ട് ഗേറ്റിന്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ മുകളില്. പിന്നെ ഇറങ്ങി പോവാ, അവിടെ ചോദിക്കുക, സെറ്റപ്പുകൾ എന്നിട്ടാന്ന് അറിയുക, എഴുതുക, വരിക. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സൈഡിലൊരു വേനുണ്ട്. അല്ലേ, മൂത്രയ്ക്കണെങ്കിൽ അവിടെ മൂത്രയ്ക്കാൻ ഉള്ളിൽ മൂത്രം വെച്ചിട്ട് കയറിയാൽ മതി. ഞാൻ എന്തായാലും അവിടെ പോയി പടയ്ക്കും. എന്നിട്ട് നീ എഴുതുക, ഒഴിച്ച് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക്. ഇന്നോട്ട് സെറ്റപ്പ് നല്ലത് ഗിരിയേട്ടൻ, ഇന്നോട്ട് സെറ്റപ്പ് പോവാം. കോളേജ് കഴിഞ്ഞ വട്ടം വന്നിട്ട് കണ്ടവരുണ്ടാവും, നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതാണ് കോളേജ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ അവിടെ കാണുന്നതാണ് കോളേജ്. അങ്ങോട്ട് ഉണ്ട് കേട്ടോ, ബാക്കിലേക്ക് ഉണ്ട്. ഇവിടെ ഗ്രൗണ്ട്, അവിടെ പിന്നെ അവരുടെ ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലം. അതെ, നല്ല കിഡ്ലൻ സ്പേസ് ആണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അപ്പോസ് അവൻ ആ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എഴുതാനായിട്ടുള്ള പ്ലാനും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് ഇപ്പോൾ മറ്റേ മൂത്രത്തിൻ്റെ പരിപാടികളൊക്കെ മാറിയത് രക്ഷപ്പെട്ടു. അത് നീ ഒന്നും അവിടെ പോയിട്ടൊന്നും കൂടിയും അതിനുള്ളിൽ ബാത്റൂം ഉണ്ടല്ലോ അവിടെ,
പുറത്തായാലും ചെയ്യാൻ കുഴപ്പമില്ല. ഓ മൈൻഡ് സെറ്റ് ഇത്ര നാള് പുറത്തലക്കാത്ത ആളാ, ഇപ്പൊ മൈൻഡ് സെറ്റ് ഒക്കെ മാറി പോസിറ്റീവ് മൈൻഡിലേക്ക് വന്നു. എന്ത് ചെയ്യാനാ, പല്ലൊക്കെ പൊളിച്ച് തലേ. അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടാ. ഇല്ലേ? ആ നല്ല ചൂടുണ്ട്. അത് വന്നിട്ട് ബാഗും പേനയും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്തോട്ടോ കേട്ടാ. പേന, പേപ്പർ, ബാഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്തോ. പിന്നെ ഉള്ളില് ഇവിടെയാണ് നമ്മള് സെക്യൂരിറ്റി ഉണ്ടാവുക. അവിടെ പോയി പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകണം. ഇവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുണ്ട്. ആ ഉണ്ടല്ലേ, ഉണ്ട്, വണ്ടികളുണ്ട്. KL വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ സമയം, അത് സമയത്തിന് പ്രശ്നമില്ല. ഇതൊക്കെ വണ്ടികൾ തന്നെയാ. സമയേ അപ്പൊ അവര് ഓൾറെഡി എക്സാം എഴുതിക്കൊണ്ടിരിക്കുക, ചിലത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ അതൊന്നും വിഷയമല്ല. എനിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റിയ സമാധാനം. മാസ്ഡാ കൂട്ടായിട്ട് 3 പേനയൊക്കെ എടുത്തിട്ട് പോക്കോ. അത് ചിലപ്പോ വല്ല നിസ്സാരമായിട്ട് എന്തെങ്കിലും എഴുതാനോ പോലെ. പേന ഞാൻ അല്ലേലും ഇത് മൊത്തം പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം വെറുതെ പോക്കറ്റിൽ എടുത്തെഴുതാൻ. മാസമായിട്ട് ബാഗ് എഴുതിട്ട് പോയോ? മാസം അപ്പൊ ഇനി ഉള്ളിലേക്ക് വെള്ളം കൂടി പിടിക്കാം. അതായാലും വെച്ചോ, വെള്ളം നീ പിടിച്ചോ. അതിലില്ലേ, ഇതിൻ്റെ ഇല്ലേ അവിടെ അതിലുണ്ടോ? അതിലുണ്ട്, അതെടുത്താൽ മതി. ഇപ്പോൾ അപ്പൊ ഇതൊക്കെ KL വണ്ടികളാട്ടാ. എല്ലാം KL 40, KL 53, KL 53, KL 53 ഒക്കെ KL 53 ആണല്ലോ. അപ്പോ 53 ഒക്കെ KL 53 ആ. ഒക്കെ KL 45 ഉണ്ട്, 45, 47 അതൊക്കെ തൃശ്ശൂർ. KL 7 ഉണ്ട്, KL 45 ഒക്കെ കേരളത്തിൽ നിന്നാ. മലയാളികളുടെ അഭിഷേകം എല്ലായിടത്തും. പോവാം ഓക്കെ അല്ലേ? ഞാൻ പോയോ? കോൺഫിഡൻസ് കോളേജ് ആ വഴിയാട്ടാ. അപ്പോ കളയാൻ ഇനി അത് കളയാനായിട്ട് അമേരിക്ക വരെ പോണം. കേറ് മരഭൂതമേ. ഇതാണ് കോളേജ്. അന്ന് ഇവിടെ വന്നപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നിട്ട് ആള് പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് പറയാണ്. അതെ, അപ്പോൾ ഇന്റർവ്യൂ ടഫായിരുന്നു. മറ്റേ എഴുത്ത് പിന്നെയും വിഷയം ഉണ്ടായിരുന്നില്ലേ? അതെ, അങ്ങനെ നടക്കണ്ട. അവിടെ ഇരിക്കുന്നുണ്ട്. സോ അങ്ങനെ അപ്പൊ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിത് ഇറങ്ങാണ്. അമ്മോ ആദ്യ ഹൈറ്റ് കിട്ടില്ല. ഹൈറ്റ് ആള് കോഴികളിലെ ബാബു, കോഴികളിലെ ബാബു ഷോർട്ട് കിട്ടാൻ വേണ്ടി കോഴികളിലെ ബാബു അതിനെ കണ്ടില്ല ഗൈസ്. അപ്പൊ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. പരിപാടികൾ കഴിഞ്ഞു, നമ്മൾ പുറത്തിറങ്ങി. അപ്പു ഇന്റർവ്യൂവിൽ പാസ്സായി, എക്സാമിൽ പാസ്സായി, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്റർവ്യൂ കുറച്ച് കിളി പോകണല്ലോ. എന്നാലേ കുഴപ്പം ഇത് ഇന്റർവ്യൂവിന് ചെന്നിരുന്നു. മാം കുറച്ച് സംസാരിച്ചു, എന്തുകൊണ്ടാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചു. ടഫായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അതാണ് ഡിമോട്ടിവേറ്റ് ചെയ്തു. അതെ, അത് നമ്മൾ എന്നും ചെയ്യാറുള്ളതാണ് ഞാൻ. അത് കാരണം അടിച്ചടിച്ച് തഴമ്പിച്ച് പിന്നെ അടിക്കുമ്പോ വയനില്ലാണ്ടിരിക്കില്ല. ആ ലെവലായി. ഡിമോട്ടിവേഷന്റെ മെയിൻ ആളാണ് ഞാൻ. അപ്പോൾ ആദ്യം അങ്ങനെ ഡിമോട്ടിവേഷൻ ചെയ്ത് ഇപ്പൊ അപ്പുനൊന്നും കേട്ടതിൽ വിലയൊന്നുമില്ല. നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അപ്പുന്റെ ആ പരിപാടികൾ കഴിഞ്ഞ് സെറ്റായി. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അതിന്റെ ഉള്ളില് കുറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവൻ ഞാൻ എക്സാം എഴുതണം, ഞാൻ എഴുതണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, അത്ര തന്നെ.
ഇപ്പൊ സമയം എത്ര 1:30 ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും 3:30-4 മണിയാവും. ഫുഡ് കഴിക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം എളുപ്പമായിരുന്നു. അതിപ്പോ ഇത്ര വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല. മിക്കതും ഗ്രാമറൊക്കെ ആയിരുന്നു. പ്രിൻസിപ്പൾ ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒക്കെ പറയണ ലാംഗ്വേജ് ഒന്നും ഇംഗ്ലീഷ് ഭാഷ എനിക്ക് സംഭവം ടെൻഷൻ അടിക്കുമ്പോൾ സ്പീഡിൽ പറയും. അവര് പക്ഷെ എന്താ അറിയും, അവര് തമിഴും ഇംഗ്ലീഷും ഒക്കെ കലർത്തിട്ട് തന്നെ സംസാരിക്കണേ. അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് മാത്രം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതേപോലെ കഷ്ടപ്പാടുകളുണ്ട്. അത് ഏത് ആർമിയിലൊക്കെ കയറുമ്പോൾ നമ്മളോട് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എല്ലാ ജോലിക്കും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഈ ജോലിയിൽ ഇതിലേറെ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. കുറേ ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്യാനുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു തന്നു. അപ്പോൾ അപ്പുനും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൂസിൻ്റെ അടുത്ത്, ഇത് ഇത്രയും ടഫായിട്ടുള്ളൊരു ജോലിയാണ്, 24 hour വർക്കിംഗ് ഉണ്ടാവും. പിന്നെ അതേപോലെ എപ്പോൾ പാൻഡമിക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം വന്നാൽ പിന്നെ ലീവേ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു സോറി പറയാൻ പറ്റാത്തൊരു ഫീൽഡാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൻ്റെ ഇഷ്ടത്തിനാണ് ചേരണേ. അപ്പോൾ അവൻ ചേരുന്നു, അവൻ വന്നു, കൂടെ എഴുതി, ഇപ്പം എല്ലാം സെറ്റായി കിട്ടി. യെസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് തിരിക്കട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി പോണ വഴിക്ക് പറഞ്ഞുതരാം. വാളയാറ് അല്ലേ? വാളയാറ് എത്തി ഗൈസ്. പരമശിവം ചെക്ക് പോസ്റ്റ്. പരമശിവൻ ഇതിലൂടെയാണ് സ്പിരിറ്റ് ലോറികൾ കടന്നാവുന്ന ഐസിങ്ങോട്ടയിലാക്കിട്ട്. അപ്പൊ ഇനി ഇവിടെ നിന്ന് പാലക്കാട് 22 കിലോമീറ്റർ ഗൈസ്. തിരുവനന്തപുരത്തേക്ക് നോക്കിയേ എടുക്കാണ്. തിരുവനന്തപുരത്തേക്ക് പോണ ശ്രദ്ധിക്ക്, ഇനിയുണ്ട് കേട്ടോ. സ്മൈൽ. അപ്പൊ നമ്മള് വാളയാറ് കടന്നു. അതെ, നമ്മളപ്പോ കണ്ണു വെട്ടിച്ച് കടന്നു. സ്പിരിറ്റുമായി പച്ചവ അടി സക്കെ. അപ്പൊ ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടില്ല ഗൈസ്. ഫുഡ് എനിക്ക് ഞങ്ങൾക്ക് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ ഇടക്കിടക്ക് ഓരോ റെസ്റ്റോറന്റ് നിർത്തി പോണ്ടി വരും. അല്ല, നല്ലതുണ്ടാവും, പക്ഷെ നമുക്ക് അറിയാണ്ട് അറിയില്ലല്ലോ ചെന്ന് തറ കൊടുക്കണം വെച്ചിട്ട്. അപ്പൊ ഇനി പാലക്കാടേക്കൊക്കെ തറാവുമ്പോ 20 കിലോമീറ്റർ ഉണ്ടല്ലോ, പാലക്കാട് എത്തി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് കയറി ഫുഡൊക്കെ തട്ടിയിട്ട് പോവാം. മനസ്സിലായേ? മെസ്സേജ് ഇട്ടല്ലേ? ബിരിയാണി പോരെ? 2 ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണി 2 നല്ല ഹോട്ടല്, നല്ല ആംബിയൻസ്. പനി. സാഗർ മലബാർ റെസ്റ്റോറന്റ്. സ്ഥലം പാലക്കാടാണോ? പാലക്കാട് അറിയില്ല. ആദ്യരെ പോലെ കുട്ടി അവിടെ വന്നിട്ട് ജ്യൂസ് പറയുന്നുണ്ട്. ജ്യൂസി 2 ചിക്കൻ ബിരിയാണി ഓർഡർ ഇട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇനി അങ്ങോട്ട് എനിക്ക് വെള്ളത്തിനോട് അഗാധമായ പ്രണയായിരിക്കും. മറ്റൊന്നിട്ട് പറയാ ഒരു 2-3 പൂജ്യം കൂടി കൂട്ടിയിട്ടൂടെ? അതെ, ചെറുപ്പം തൊട്ടേ ഷാജേട്ടന് 0 കൂടെ അഗാധമായ പ്രണയം. അപ്പൊ ഗൈസ്, നമ്മള് അങ്ങോട്ട് പോകുമ്പോള്ള ഇതുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോട്ടാണ് പെട്ടെന്ന് നമ്മള് എത്തിയ പോലെ ആയിരുന്നു. തിരിച്ച് പെട്ടെന്ന് നമ്മള് പാലക്കാട് എത്തി. നമ്മളിപ്പോ സംഭവം നമ്മള് വെകിളി പിടിച്ചതും പെട്ടെന്ന് എത്താനുള്ള സ്ട്രഗിൾ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ്. അപ്പൊ പതുക്കെയാന്ന് തോന്നി. അവിടെന്ന് ഇങ്ങോട്ട് ഞാൻ അതൊക്കെ അപ്പൊ പെട്ടെന്ന് എത്തി. അപ്പൊ എന്താണ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന്. അതെ. അപ്പൊ വലിയ ഹോട്ടലാണ് കേട്ടോ. വലിയ ഹോട്ടൽ നൈസ് ഹോട്ടലുണ്ട് കാണാനൊക്കെ. ഇനി കഴിക്കുമ്പോൾ അറിയാം. നല്ല വലിയ ടേബിളൊക്കെ കിടന്നുറങ്ങാനുള്ള ടേബിളൊക്കെ ഉണ്ട്. അപ്പന് സ്കൂള് പട്ടിക്കുട്ടിയുടെ കൈ ഒരു പട്ടിമ്പോ ഒരു കോമറേനിയൻ പുറത്തിരിക്കാൻ സൗകര്യം ഉണ്ട്. അപ്പൊ പുറത്ത് ഒരു ചെയറിലിരുന്ന് മാമുണ്ണ കിടി അച്ഛോ. അപ്പൊ സീറ്റിലിരിക്കുന്ന ആള്
അപ്പൊ അപ്പ പറയാ പൊന്നോട് പറഞ്ഞ ചാർലിനും ചിമ്പുനെയൊക്കെ കൊണ്ടുപോകും ഹോട്ടലിനുള്ളിൽ പിന്നെ അവിടെ ആയിരിക്കും. ഇവിടെ പിന്നെ ഇവിടെ സമ്പാദിച്ച കാരണമാണ് ആ സീറ്റിലിരിക്കുക കഴിക്കുക. അത് കാരണം എന്താ നമ്മുടെ ചിമ്പൊക്കെ പിന്നെ സീറ്റിലിരിക്കും. അപ്പക്ക് അങ്ങനെയുണ്ടോ JCB കാണുമ്പോ പെട്ടെന്ന് ജെറ്റ് ഹെലികോപ്റ്റർ കാണുമ്പോ നോക്കിയിരിക്കുന്നത്? എനിക്ക് അതിനുണ്ട്. ഓ പിന്നെ ബീച്ച് പോകുമ്പോ മറ്റേ ഞാനിപ്പോഴാലോചിച്ച ബീച്ച് പോകുമ്പോ അപ്പൊ ബിരിയാണി വരട്ടെ നോക്കാം. വിശക്കുണ്ട്, നന്നായിട്ട് വിശക്കുണ്ട്. വേറൊന്നല്ല, പപ്സ് മാത്രമേ കഴിച്ചുള്ളൂ. അത് തന്നെ അപ്പൊ ഇഡലി കഴിച്ചു ഞാൻ. 2 ബ്രെഡ് വെള്ളം. ചേച്ചിയോട് ചോദിക്കുന്നത് സ്ഥലം. ചേച്ചി സ്ഥലം സ്ഥലം പാലക്കാട് തന്നെയാണോ? ടൗണോ? ആ പാലക്കാട്. ഞാൻ പറഞ്ഞില്ലേ പാത്രം കിട്ടി, ഫുഡ് കിട്ടും. അതെ, അത് വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതാദ്യം തരുന്നത് നമ്മളുടെ നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കാനാ. വെള്ളം തരും, കുടിക്കും, വിശക്കും. പാത്രം തരും, വെയിറ്റ് ചെയ്യും, ഫുഡ് പിന്നെ ഫുഡ് ലേറ്റ് ആയിട്ട് എത്തിയാലും നമ്മള് പെട്ടെന്ന് എത്തിയ പോലെ തോന്നും. അതെ, കാരണം ആ വലിയ നമ്മുടെ പ്ലേറ്റിനോട് കൂടെ ഫുഡും വരും. അപ്പോ ഫുഡ് എത്തിയില്ല കേട്ടോ. യെസ്, ഇനി അല്പനേരം വായക്ക് വിശ്രമം ഉണ്ടാവില്ല. സംസാരം കുറവായിരിക്കുന്നു മാത്രം. എങ്ങനെയുണ്ടെന്ന് നോക്കുന്നുണ്ട്. നട്ട്സൊക്കെ ഇഷ്ടമുണ്ട്. പാലക്കാട് ബിരിയാണി എന്താ പാലക്കാട് വേറെ വരുന്നു? എന്താ മോനെ കാലാ കാലൊക്കെ കിട്ടുന്നു. എന്താ കാലാ തന്നേക്കണ അതില്? മതി, ഇനിയിപ്പോ ചൊരണ്ടി പാത്രം കൊണ്ടേക്കോ. ഭക്ഷണ മൂല്യമാണ്, അത് പാഴാക്കരുത്. ദൈവമേ, അത് കഴിഞ്ഞിട്ട് പാത്രം കൊണ്ടേക്കണ്ട. പാത്രം ഉണ്ടാക്കില്ലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന നമ്മുടെ രീതിയിലാണ്. കാണാത് നമ്മുടെ രീതി. എന്താ കടിച്ചു പഠിക്ക്, നമ്മുടെ രീതി കാണിക്കും. വെറുതെ വിടറ ഇതിനൊക്കെ. സ്മശാനായി ഗൈസ്. ഒരു സെക്കൻഡ് വെച്ചിട്ട് സാധനം മാറി. ഫുഡ് ഇസ് പ്രഷ്യസ്. അതെ, എങ്ങനെയുണ്ടായിരുന്നു? കുതിരാൻ. എന്ത് കുതിരാൻ? സൗണ്ട് പൊള്ളിയില്ലേ? വേറൊരു വഴി. അവിടെ നിങ്ങൾ കയറി വരാം, വേണമെങ്കിൽ തിരിച്ചു പോണെങ്കിലേ. അപ്പടാ ലോറിനെ മുമ്പിൽ പെട്ടു ഗൈസ്. എന്നിട്ട് ഓർക്കില്ലേ വണ്ടിക്ക്? ഒരാളും മരണ വെപ്രാളത്തിന് പോകണ്ട ഓരോരുത്തർ. അത് കാരണം ഉണ്ട്. അപ്പൊ ഞങ്ങൾ എവിടെ എത്തിയെന്നുണ്ടോ? പുത്തമ്പള്ളി പുത്തമ്പള്ളിയിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കണേ. ഇനി പ്രാർത്ഥിക്കുക. പൊന്നുവിനെ വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് കയറാൻ പറ്റുന്ന അറിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകുമ്പോൾ വരാൻ പറ്റിയെങ്കിൽ കയറാമെന്ന് പറഞ്ഞു പൊന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കട്ടെ. ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം. സീരിയസ്ലി തൃശ്ശൂരില് കേറേണ്ട 2 സ്ഥലങ്ങൾ. മോശമായിട്ടല്ല, അത് കേറണം. അങ്ങനെയാണ്. ഞങ്ങളിവിടെ വന്ന് കയറാറുണ്ട്. 2 ഹാർട്സ് ഉണ്ട്. അങ്ങോട്ട് കേറിയിട്ട് തൃശ്ശൂർ വിട്ട് പോകാൻ പാടുള്ളൂ. ഞങ്ങളിവിടെ നടക്കുന്നത്. അതെ, അപ്പൊ റൗണ്ട് ചുറ്റാറുണ്ട്. അതുപോലെ ഇത് കാണാം. ഇത് കാണുമ്പോ എന്താ രസല്ലേ? നോക്കിയേ ഇതിലൂടെ. സിക്സിലോട്ട് കാണുമ്പോഴേ ഉള്ളിലേ
ഒട്ടലുക്ക് ഏയ് അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഒന്ന് പ്രാർത്ഥിച്ച് അല്ലാതെ ഒന്ന് അർപ്പിച്ച് സമർപ്പിച്ച് ഇത് പോരാം. അപ്പൊ അലവില മഞ്ഞ പ്ലേറ്റ് പുള്ളി ഞങ്ങൾ പള്ളിയിലേക്ക് കിടക്കുന്നുണ്ടാ. പള്ളിയില് മച്ചാ കൊറേ നാളായി. അതെ ആദ്യക്ക് 2-3 സാധനം മേടിച്ച കഴിച്ചു അല്ല ഒരെണ്ണം ചിലപ്പോ ഞാനും ഉപയോഗിക്കും. അതെത്രയാണോ അതെത്രയാ അത് 230. എന്താ പ്രത്യേകത ഉണ്ട് ഇതിലുള്ള കാരണം? അത് വേറെ വേറെ മെറ്റീരിയല്ല. കുട്ടികൾക്കുള്ളത് ഏതാ? അപ്പൊ ഇതിന്റെ വില കുറവ് എത്രയാണ്? 230. സാധാ നോട്ട അടുത്തോളം. അപ്പോൾ സാധാ നോട്ട എന്താ വ്യത്യാസമുള്ളത്? അതിൽ ഗ്രായ ഉണ്ടോ? സാധയില് ഗ്രായ ഉണ്ടോ? അങ്ങോട്ട് നോക്കി വാടാ. ഇതാണ് സാധാ അല്ലേ? ഇത് മോഡൽ ഇത് ഇതിലിപ്പോ എന്താ? ഇത് തന്നെ കട്ടി ഉണ്ടെന്നല്ലേ? ഓ ഇവിടെ കട്ടി ഉണ്ടെന്ന്. കട്ടിയുള്ള സാധനം. ഓ ഇവിടെ ബോക്സ് പോലെ ഉണ്ടെന്നല്ലേ? പാക്കിംഗ് ഉണ്ട്. വാനിലാണ്ടിരിക്കാൻ ഇത് കണ്ടോ? അപ്പോ ഇത് ഉള്ളിലേക്ക് പോകാണ്ട് ഇവിടെ വാൻ എടുക്കും. വിറ്റോറം എടുത്തപ്പോ അപ്പനും ഇഷ്ടമാണത്. കൊടുമ്പോഴേക്കും കരയുന്നു. അമ്പോ കിളിയുടെ സൗണ്ടാണ്. ഞാൻ അവനെ വാച്ച് എടുക്കാൻ വന്നോ. വാച്ച് കണ്ടോ? 30 രൂപ. ആദ്യ സാധനം ഏത് നേരം കട പോയി. ഞാൻ അമ്മച്ചിനെ അലക്കാനായിട്ട് ഈ സാധനം മേടിക്കാൻ വെച്ചതാണ്. ഗോതമ്പും അമ്മച്ചിരെ നമ്മള് ശരിക്കുള്ളതിനെ കഴുത്തിലിട്ടു. അല്ല ചീളുപ്പാമ്പ് നമ്മള് ശരിക്കുള്ള വെള്ളയും മഞ്ഞനെയും കഴുത്തിലിട്ടു. പിന്നല്ല ആ മോനെ ഹാൻഡ് ഗ്രിപ്പർ എന്തുന്നത്? പനി പിടിക്കാനാ? അമ്പോ അമ്പോ മാസി ഇതിന് മനസ്സിലായില്ലേ? ഇടലൻ പ്രേമലു മനസ്സിലായില്ലേ? അമ്പോ പട്ട കളറ്. അതിന്റെ ഈ വർഷം ഇതല്ല അവര് വണ്ടി ബ്ലോക്ക് ആയിപ്പോ 2 കെട്ടുന്ന 25 ലൂസ് കറക്റ്റ് ആയിരുന്നു. അണ്ട മനസ്സാണല്ലോ തൃശ്ശൂര്. ഇതിനെ ഇത് ഇവിടെ നോക്കിയല്ലേ എനിക്ക് യൂണിക്കോണൊക്കെ ഇഷ്ടമായി. തൃശ്ശൂര്. ഇതാണ് തൃശ്ശൂര്. അതെ ഒരു 20 രൂപ. ഇന്നാണെന്ന് നാളെ ഇവിടെ ഇറങ്ങും. വെറൈറ്റി സാധനങ്ങൾ അല്ലേ മൊത്തം? ഈ സാധനമൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നോക്ക് ബാഗൊക്കെ അല്ലേ? ആ പോക്കിമോൻ ഫുള്ള് ടോയ്സ് അത് ഇത് വാങ്ങാണ്ടി അല്ലാതെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോ 1.5
കുറച്ചുകൂടി അങ്ങോട്ട് പോണം ബാക്കിലേക്ക്. അങ്ങോട്ടേക്ക് പോയി ഞാൻ അപ്പുറത്ത് ഉണ്ട്. പിന്നെ റൗണ്ടിലേക്ക് നമ്മുടെ ഫ്രിഡ്ജ് അവിടെ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ എല്ലാ ബുക്കും ഹോൾസെയിലാണ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അതാ. ചെരുപ്പ് ഷോപ്പിംഗ് തൃശ്ശൂർ പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. അതെ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോ ഇവിടെ മിന്നി നിൽക്കുന്നുണ്ടാവും. കാണാൻ തന്നെ വെറുതെ വരും. ക്രിസ്മസിന് ഈ വഴിക്ക് കടന്നു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റാ. വെറുതെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും കാണാൻ വേണ്ടി വരും. വെറുതെ വരും. വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണും. അതെ, തിരക്കാട്ടാ ഗൈസ്. വണ്ടി ഞങ്ങൾ പിന്നെ പള്ളിയുടെ അവിടെ തന്നെ ഇട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് കാണാം, നേരെ അങ്ങോട്ട് കയറും പോവാ. അമ്മേ എളുപ്പല്ല. തൃശ്ശൂർ തന്നെ ഗൈസ്. വേറെ എവിടെയും ചെന്നാ കിട്ടില്ല. തൃശ്ശൂർ വൈബ് തൃശ്ശൂർക്ക് തന്നെ വരണം. തൃശ്ശൂരുകാർക്ക് അറിയാമല്ലോ. അതെ, അത് വൈബില്ലാന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരണം. ഇതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ പള്ളിയുടെ, അതായത് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലുള്ള വഴി. യെസ്, പുത്തമ്പള്ളി മാർക്കറ്റ്. അതെ, പിന്നെ അങ്ങനെ ഒരു തിരിച്ചല. ഞങ്ങള് നേരെ സാധനങ്ങള് ഇവിടെ ഗോൾഡ് ജ്വല്ലറി അങ്ങട് ഈ വഴി നിന്ന് ഇങ്ങോട്ട് കയറി അരിയങ്ങാടി പലവ്യഞ്ജനം സാധനങ്ങളൊക്കെ ഈ വഴിക്ക് അങ്ങോട്ട് നേരെ ഫ്രൂട്ട്സ് മാർക്കറ്റ് അങ്ങനത്തെ ഗോൾഡ് സാധനങ്ങൾ അപ്പുറത്തേക്ക് കിടന്ന വെള്ളപ്പങ്ങാടി. ചാമ്പയ്ക്ക് അമ്പോ കശുമാങ്ങ പോലെ അല്ലേ. പള്ളിക്ക് തന്നെ എത്തിയിട്ടാ. തിരിച്ച് പള്ളിക്ക് തന്നെ എത്തി. നമ്മള് കേറാണ്, പോവാണ്. അപ്പൊ ഗായ്സ് ഞങ്ങളിതാ ഇനി പുത്തമ്പള്ളിയിൽ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ആലുക്ക സ്റ്റുഡിയോ, അവിടെ നിന്ന് ഇനി റൈറ്റ് എടുത്താൽ നമ്മുടെ റൗണ്ടിലേക്കാണ് കേട്ടോ ഗൈസ്. ഇനി നേരെ റൗണ്ട് അടിയാണ്. പിന്നല്ല ഇതൊക്കെ സ്വർണ്ണ കടകളാടാ സൈഡില്. ഗോൾഡ് ജ്വല്ലറി, ഗോൾഡ് ജ്വല്ലറി, വർക്കീസ് ജ്വല്ലറി, ചാക്കോളാസ് ജ്വല്ലറി. ഇവിടെ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയങ്ങാടിക്ക് പോണ വഴിയാണ് ഇത്. ചുങ്കത്ത് ജ്വല്ലറി, ലെഫ്റ്റ് എടുത്താ നമ്മളെ ജ്വല്ലറി, ജ്വല്ലറികളുടെ താത. എന്നാ ലെഫ്റ്റ് എടുത്താ നമ്മള് റൗണ്ടാണ്. തൃശ്ശൂരിന്റെ സെക്കൻഡ് ഹാർട്ട്. അതെ, മോനെ ഇവിടെ ഒന്ന് ചുറ്റിയില്ലെങ്കിണ്ടല്ലോ സമാധാനം കിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാ ഈ വട്ടം നാട്ടിലേക്ക് എത്തുമ്പോ ഞാൻ ചുറ്റിയില്ല. ഞാൻ ചുറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത്. കാരണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാ ഞങ്ങള് നാട്ടിലേക്ക് വന്ന നേരത്ത് ഇത് ഇങ്ങോട്ട് കേറിയില്ല, ഇങ്ങോട്ട് കേറാണ്ട വന്നേ. നോൺ തൃശ്ശൂർ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല പറയുമ്പോ. ഇതെന്തിട്ടപ്പോ ചുറ്റുമ്പോ ഇരിക്കണ. ഇങ്ങനെ പോണ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോ വടക്കുന്നാഥൻ. അതെ, മനസ്സിലാവും. അതൊരു വൈബാണ്. ഇങ്ങനെ പോണം. അതാണ് ഗൈസ് തൃശ്ശൂരിലെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ രാഗം. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയും ആൾക്കാര് ടിക്കറ്റ് എടുത്ത് വരും. കാരണം ഒരു സംഭവം മാർക്കോന്റെ ഒക്കെ നടന്നിരുന്ന ഉണ്ണിമോനൊക്കെ ഇങ്ങോട്ട് വന്നേ. വന്നതിൽ അപ്പുറത്തുണ്ട്. അതെ, പൂരത്തെ സമയത്ത് ഇവിടെ വണ്ടി ഒന്നുമില്ല, നമുക്ക് നടക്കാരിക്കും. വണ്ടിയില്ല, ഒന്നുമില്ല. ഈ നാട്ടു റോഡിലൊക്കെ സംഭാരത്തിന്റെ സ്റ്റോൾ ഉണ്ടാവും. നമുക്ക് ഇവിടെ നടക്കാം പറ്റുന്ന സമയമാണ് പൂരം, തൃശ്ശൂർ പൂരം. അല്ലാതെ സമയത്ത് നടന്ന വണ്ടി കയറും. അപ്പൊ അടുത്ത പന്തല്. അതെ, ഇത് വേറെ പന്തല്. ഓരോ ഗോപുര നടകളാണ് ഗൈസ്. എന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ സംഭവം. ഇതാണ് നടക്കുന്ന ഫ്രണ്ട് ഭാഗം. അപ്പൊ ഞങ്ങള് തന്നെ റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇത് ഗ്ലാസ് തുറന്ന് നടണം എന്നുണ്ട്. പക്ഷെ തുറന്നിട്ട് കഴിഞ്ഞാൽ സൗണ്ട് മൊത്തം കേക്കി പേപ്പേ പാപ്പം ആയിരിക്കും. അത് കാരണമാണ് നമ്മള് തുറക്കാത്ത ഗൈസ്. സോ അത് മനസ്സിലാക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആര് മറ്റേ പണി സിനിമ കാണാതെ ആദ്യമായിട്ട് തൃശ്ശൂർ കൊണ്ട് വരുന്ന ആൾക്ക് എന്തെങ്കിലും വഴി തെറ്റെന്ന് പറയില്ലേ. നമുക്ക് തന്നെ ചില സമയത്ത് കുറുപ്പനോട്ടിനുള്ളിൽ കൂടെ ഒക്കെ കൊറേ നാളായി കഴിഞ്ഞപ്പോഴാണ്
ഡ്രിഫ്റ്റഡാ. ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു ആ പന്തലിന്റെ ഇടയില്. ഊരുമ്പോഴാണ് ഇനി അവിടെ സ്ഥലം ഉണ്ടാവുക. അപ്പൊ ഞങ്ങളാണ് ബിനി. അതെ, ബിനി ഇപ്പോ ഭയങ്കര വ്യത്യാസമായി. പണ്ടൊരു ചെറിയൊരു ഹോട്ടൽ റെസ്റ്റോ ബാറോ ഒക്കെ പോലെ ആയിരുന്നു. ഇപ്പൊ നോക്കിയേ റൗണ്ട് അടിച്ചു ഞങ്ങള്. പിന്നെ ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ ബസ് പോണ വഴിക്ക് ഇറങ്ങും. മറ്റേ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ദീപരി പോയിട്ടാ ഗൈസ്, എന്തോ മറ്റേ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ. ആ അതന്നെ ഗസ്റ്റ് ഹൗസ് ആണ് ഇപ്പൊ. ബിനി ഹെറിറ്റേജ് ആയി. നമ്മളിനി വടക്കേ ചാനലിലേക്കാണ്. ഞങ്ങള് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങള് തൃശ്ശൂർ കാണിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പൊന്നില്ലേ കൈരളി ശ്രീ. സോറി തെറ്റിപ്പോയി. കൈരളി തിയേറ്റർ, കൈരളി ആൻഡ് ശ്രീ. കൈരളി ആൻഡ് ശ്രീ. ജോസ് റൗണ്ടില് ഇറക്കത്തിന്റെ അവിടെയാ. സോറി, തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് പോത്തങ്കോട് ഡിപ്പോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർക്ക് ഇതാണ് വടക്കേ സ്റ്റാൻഡ്. ഇതാണ് വടക്കേ സ്റ്റാൻഡ്. ഓ, ഒരു സാധനം പണിയുണ്ടല്ലോ. എന്തിന്റെ പണിയാണ്? എന്തോ ഒരു സംഭവം അവിടെ പണി നടക്കുന്നുണ്ട്. പല കെട്ടിട്ട് കണ്ടോ? കല വരുന്ന ഒരെണ്ണം. എന്തോ ഒരു പച്ച ഡ്രഗ്സ് കില്ലാട്ടോ. അപ്പൊ അതായത് ഡ്രഗ് കില്ല് ലൈഫ് ആ സാധനത്തിന് വേണ്ടിട്ടാ. അപ്പൊ ഒന്നല്ലെങ്കിൽ അങ്ങനെ പൊത്തിപ്പിടിച്ച് മറ്റേ സിഗരറ്റിന്റെ ബാക്കിൽ നിന്ന് പൊത്തിപ്പിടിച്ച് വരുന്ന ഒരു മനുഷ്യനായിരിക്കും സെറ്റ് ചെയ്യണ്ടാവുക. എന്തോ സംഭവമാണ്. അതെ, അത് ഇനിയും ഒരു കുറച്ച് മാസം ഞാൻ കാണാം. ഇറങ്ങും. അടുത്ത വട്ടം വരുമ്പോ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് മ്യൂസിയം. ഇതാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ മ്യൂസിയം. ആദീഷിന് ഒരു സാധനുണ്ട്. ആദീഷിന് ഇടുവായോ ഇടുവാ. ഒരു സാധനം തരാം. അപ്പ തരാം. ഇടുവാ. അതല്ലത്. ചാർലിയപ്പനാ വന്നേ. അടിച്ചത് വെച്ചോ നിനക്കാ പോവാ. അതൊക്കെ അഡീഷന് വാച്ച്. ഇരുപത്. അയ്യോ ഡാടാ നോക്കടി. സൂപ്പറായി ടാതി. മമ്മി കണ്ട ഒരു സാധനം ആദ്യനെ അടാ.